ഉമ്മത്തിന് ഏറെ വേദനിക്കുന്ന റബീഉൽ അവ്വൽ 12 നബി തങ്ങളുടെ വഫാത്തിന്റെ ദിവസം. ആ വഫാത്തിന്റെ ദിവസങ്ങൾ വേദനിച്ച നബി തങ്ങൾ രോഗബാധിതനായി പ്രയാസപ്പെട്ട, മദീന മുഴുവൻ കരഞ്ഞ് തേങ്ങിയ, സങ്കടപ്പെട്ടു ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രമൊക്കെ ഒന്ന് വായിക്കണം പ്രിയപ്പെട്ടവർ. എന്തൊരു പ്രവാചക സ്നേഹിയായിരുന്നു, എന്തൊരു ഹബ്ബുർ റസൂലായിരുന്നു, എന്തൊരു ഇഷ്കുർ റസൂലായിരുന്നു. എങ്കിൽ നമ്മളൊക്കെ എന്താ നാട്ടിൽ ഓരോരോ പേരുകൾ ഇട്ടുകൊണ്ടാണ് അവർ ഓരോ വർഷങ്ങളിലും വ്യത്യസ്ത ക്യാമ്പയിനുകളായി സുറൂറേ റസൂൽ, ഇഷ്കേ റസൂൽ, മദ്ഹേ റസൂൽ, മദീനേ റസൂൽ എന്തെല്ലാം പേരുകൾ ഇട്ടുകൊണ്ട് പറയുന്നത് എന്തിനെ പറ്റി? വഫാത്തിനെ കുറിച്ചല്ല, ജനനത്തെ കുറിച്ചാണ്. ഏറെ അത്ഭുതപ്പെടുത്തും എൻ്റെ പ്രിയപ്പെട്ടവരെ. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നമ്മുടെ നാട്ടിലെ പള്ളികളിൽ നടന്നുകൊണ്ടിരിക്കുന്ന അറബി ഖുത്ബയുണ്ടല്ലോ, ആർക്കും പറ്റും. നിങ്ങൾ പള്ളിയിൽ, നമ്മുടെ നാട്ടിലത്തെ പള്ളിയിൽ ഉസ്താദിന് ഭക്ഷണം കൊടുക്കുന്നുണ്ടോ, വരിസംഖ്യ മാസം മാസം കൊടുക്കുന്നുണ്ടോ, പള്ളിയിൽ മെമ്പർഷിപ്പ് ഉണ്ടോ, ആർക്കും പറ്റും, പോയി ചോദിക്കാം. ആ പള്ളിയിൽ അറബിയിൽ ഓതുന്ന, പള്ളിയിലെ വെള്ളിയാഴ്ച ഓതുന്ന ഖുത്ബന്റെ പുസ്തകം നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഞാൻ പഠിച്ചിട്ടുണ്ട്. ആ പള്ളിയിലെ കിതാബിൽ അറബിയിൽ ആളുകൾ ഓതുന്ന യാ മഅ്ശറൽ മുസ്ലിമീൻ എന്നൊക്കെ പറഞ്ഞ് വാളും പിടിച്ചിട്ട് എന്തോ പറയുന്നുണ്ടല്ലോ. ആ പറയുന്ന വെള്ളിയാഴ്ചയിലെ റബീഉൽ അവ്വലിലെ 5 ഖുത്ബന്റെ ഹെഡിങ് വായിച്ചോക്ക്. ഒന്നാമത്തെ ഹെഡിങ് വഫാത്തുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. മിമ്പർമന്ന് ആ മനുഷ്യൻ അറബിയിൽ ഓതുന്ന കിതാബിന്റെ ഉള്ളിലത്തെ ഒന്നാമത്തെ പാടെന്താ? നബിന്റെ മരണം. രണ്ടാമത്തെ വെള്ളിയാഴ്ചയിൽ ഖുത്ബന്റെ ഹെഡിങ് വഫാത്തുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബിന്റെ മരണം. രണ്ടാം ഭാഗമാണ്, ആദ്യം പറഞ്ഞ ആഴ്ചന്റെ ബാക്കി. മൂന്നാമത്തെ വെള്ളിയാഴ്ചത്തെ ഹെഡിങ്ങിന്റെ തലക്കെട്ട് കാലത്തിൻ്റെതായ കളികൾ, നബിന്റെ മരണത്തിന്റെ ബാക്കി രംഗം വിശദീകരിക്കുക. മലയാള പരിഭാഷയാണ് ഞാൻ വായിച്ചത്. നാലാമത്തെ വെള്ളിയാഴ്ച റബീഉൽ അവ്വലിൽ കാലത്തിന്റെ കളികളും ഖിയാമത്ത് നാളും. എന്റെ പരിഭാഷ ഉണ്ട് മലയാളത്തിൽ. അതാണ് 4-ാമത്തെ ആഴ്ച. 5-ാമത്തെ ആഴ്ച ആ പള്ളിയിൽ നിന്ന് കേൾക്കുന്നത് അൽ മൗത്ത് വൽ യൗമുൽ ആഖിരി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തൊക്കെ പഠിപ്പിച്ചിട്ട് 5-ാമത്തെ വെള്ളിയാഴ്ച പഠിപ്പിക്കാണ് മരണം, പരലോകം. ഒരൊറ്റ ആഴ്ച ചർച്ച പോലും ഇല്ല വെള്ളിയാഴ്ച. ആ മിമ്പർമെന്ന് ഇറങ്ങിയിട്ട് താഴേക്ക് ഇറങ്ങിയിട്ട് നമ്മൾ പോത്തിനിറക്കണോ, പായസം കൊടുക്കണോ, ദഫ് മുട്ടണോ, ഡീജ വേണോ, പള്ളി അലങ്കരിക്കണോ, ലൈറ്റ് ഓൺ ആക്കണോ എന്ന് ചർച്ച ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഖുത്ബയും ഈ മനുഷ്യരും തമ്മിൽ ഒരു ബന്ധവുമില്ലാതെ തിരിച്ചറിയാം. ഇത് പഠിച്ചിട്ടാണ് നമ്മൾ അള്ളാഹുവിന്റെ ദീൻ മനസ്സിലാക്കിയിട്ട് നമുക്കിത് പറയാൻ കഴിയുന്നില്ല. ഈ കോലത്തിൽ നേർ വിപരീതം സംസാരിക്കുക, നേർ വിപരീതം ചെയ്യിപ്പിക്കുക, എന്നിട്ട് അതിനെ ഏറ്റുപിടിക്കുക. സുഹൃത്തുക്കളെ, ഒന്ന് ആലോചിച്ച് നോക്കും. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിരിക്കുന്ന ആദർശത്തിന് വിരുദ്ധമായി പള്ളികളിലൂടെ 1-ാം തീയതി മുതൽ റബീഉൽ അവ്വൽ മുതൽ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട കൃതി മങ്കുസ് മൗലിദാണ്. എല്ലാം പറയണ്ടല്ലോ, നമുക്ക് സാമ്പിൾ മതിയല്ലോ മനസ്സിലാക്കാൻ. ബുദ്ധിയുള്ള ആൾക്കാർക്ക് സൂചന മതി, കുറച്ചു കൊടുത്താൽ മതി. മങ്കുസ് മൗലിദ് എന്ന കിതാബാണ് കാര്യമായി പള്ളികളിൽ ഓതാറുള്ളത്. കേരളത്തിലെ പല വീടുകളിലും സർവ്വസാധാരണമായി ഇന്ന് കേൾക്കാറുണ്ട്. ആ വാചകത്തിന്റെ, ആ മങ്കുസ് മൗലിദിന്റെ കിതാബിന്റെ ഉള്ളു തുറന്നിട്ട് എപ്പോഴെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ചൊല്ലുന്നതിന്റെ അർത്ഥം അറിയോ? യാ സയ്യിദസ് സാദാതി ജിഅ്തുക ഖാസിദാ അർജു ഹിമാക ഫലാ തുഖയ്യിബ് മഖ്സദീ. നേതാക്കന്മാർ രുടെ നേതാവേ, അങ്ങനെ ഉദ്ദേശിച്ചാണ് ഞാൻ വന്നിരിക്കുന്നത്. അങ്ങനെക്ക് സംരക്ഷണം നൽകണം നബിയെ, നിങ്ങൾ എന്നെ സംരക്ഷിക്കണം. ഞാൻ ആഗ്രഹിക്കുന്നത് അതാണ്. എന്റെ ലക്ഷ്യം നേടുന്നതിൽ എന്നെ നിരാശപ്പെടുത്തല്ല നബിയെ, എന്നെ സഹായിക്കണം. നമ്മളൊക്കെ എന്താ പറയല്? ബിസ്മില്ലാ തവക്കൽതു അലല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. ഇത് നബി സ്നേഹമല്ല, ഇത് വലിയ അബദ്ധത്തിലേക്കാ പോണത്. ഇർതകബതു അലൽ ഖതാ പോലെയുള്ള വാചകങ്ങൾ അടങ്ങിയ മങ്കുസ് മൗലിദ് പള്ളി എന്ന് ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ നബിനോട് തേടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക. ഇനി അതുമാത്രമല്ല, പച്ചയായ കളവാണ് മങ്കുസ് മൗലിദിലൂടെ ലോകത്ത് പാടിക്കൊണ്ടിരിക്കുന്നത്. ഇതൊന്നും ഇമാം ഷാഫി ഹനഫി ഉണ്ടാക്കിയതൊന്നല്ല. പിൽക്കാലത്ത് ഓരോരുത്തർ കെട്ടിച്ചമച്ചുണ്ടായിരിക്കുക. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ആ കിതാബ് കിട്ടുമെങ്കിൽ വായിച്ചു നോക്ക്. എൻ്റെ കൈകളിൽ അതുണ്ട്. ആ കിതാബിന്റെ 1-ാമത്തെ പേജ് ആകെ 3 ലൈനാണ് അതിലുണ്ടാവുക. ആ 3 ലൈനിൽ 2 കളവാണ്. അത് മൊത്തം വായിച്ചു കഴിയുമ്പോൾ ഏകദേശം 50 കളവുകൾ നിങ്ങൾക്ക് എണ്ണിത്തരാം. ഒരൊറ്റക്ക് ഇത് പള്ളിയിൽ നിന്ന് ഓതിക്കൊണ്ടിരിക്കുന്ന കിതാബ്. അതിന്റെ 1-ാമത്തെ കളവെന്താ? ലോകം പടക്കുന്നതിന്റെ മുമ്പ് നബിതങ്ങളുടെ പ്രകാശം പടച്ചിട്ടുണ്ട്. എവിടെ? ഏത് കിതാബിൽ? ഏത് വഹയിൽ? നബിന്റെ ഏത് സംസാരത്തിൽ? എവിടുന്നാണ് നമുക്കത് കിട്ടേണ്ടത്?
നമുക്ക് തോന്നിയത് വിളിച്ചു പറയാൻ പറ്റുമോ നബിന്റെ പേര് പറഞ്ഞിട്ട്? നബിന്റെ പ്രകാശം കൊണ്ടാണ് ലോകം പടക്കുന്നതിന് മുമ്പ് നബി പ്രകാശം ഉണ്ടാക്കിയിട്ടുണ്ടെന്ന്. രണ്ടാമത്തെ കളവ് അലാഹു വല്ലദീ തവസ്സല ബിഹി ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമനെ വെച്ചിട്ട് തവസ്സുലാക്കിയിട്ടുണ്ട്. രണ്ടാമത്തെ കളവ് ആദ്യ നബിന്റെ പേരും പറഞ്ഞിട്ട്. മൂന്നാമത്തേത് വസ്തഗാസ ബിഹി നൂഹ് നബിന്റെ കാലത്ത് വെള്ളപ്പൊക്കം ഉണ്ടായപ്പോൾ നൂഹ് നബി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഇസ്തിഗാസ നടത്തിയിട്ട് പ്രാർത്ഥിച്ച് സഹായം ചോദിച്ചിട്ടുണ്ട്. നാലാമത്തെ കളവ് വകാന ഫീ സുൽബി ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ കുണ്ടാരത്തിലേക്ക് എറിഞ്ഞപ്പോൾ ഇബ്രാഹിം നബിന്റെ മുതുകത്ത് ഈ പ്രകാശം ഉണ്ടായിരുന്നു. നഊദു ബില്ലാഹി മിൻ കുല്ലി ശർരിൻ വമിൻ കുല്ലി ഫിതൻ. ഇങ്ങനെ വായിച്ചു പോകുക, നിങ്ങൾ പഠിക്കാൻ വേണ്ടി സൂചിപ്പിച്ചു എന്ന് മാത്രം. ഇത്രമാത്രം ഒരു സമുദായത്തിന്റെ അധോഗതി വിലയിരുത്താൻ വേണ്ടി പറയാ. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേര് പറഞ്ഞ് കളവുകൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കും. അവര് പറയുന്നത് ഞങ്ങൾ ഈ പറയുന്നതെല്ലാം മദ്ഹാണ്. എന്താ മദ്ഹ് എന്ന അറബി വാക്കിന്റെ അർത്ഥം? പ്രശംസ എന്നാണ്. പ്രശംസിക്കാന്ന് പറഞ്ഞാൽ എന്തായിരിക്കണം? അയാളിൽ ഉള്ളതായിരിക്കണം, പറയാൻ അർഹതപ്പെട്ടതായിരിക്കണം, വ്യാജമാകാൻ പാടില്ല, കളവാകാൻ പാടില്ല. മദ്ഹ് എന്ന് പറഞ്ഞാൽ അംഗീകാരമാണ്, പ്രശംസയാണ്. സുഹൃത്തുക്കളെ, നമ്മുടെ ഖുർആൻ ഏറ്റവും വലിയ മദ്ഹാണ് പറഞ്ഞിരിക്കുന്നത്. ബശീറൻ വനദീറാ റഹ്മത്തുൽ ലിൽ ആലമീൻ കാഫത്തൻ ലിന്നാസ്. എത്ര വായിക്കണ്ട്. ഏതെങ്കിലും പള്ളിയിൽ നിന്ന് റബീഉൽ അവ്വലല്ലേ നമുക്ക് ഖുർആൻ ഓതാന്ന് കേൾക്കലുണ്ടോ? നബിക്ക് ഇറങ്ങിയ ഗ്രന്ഥമാണ് ഖുർആൻ. ഏതെങ്കിലും പള്ളിയിൽ നിന്ന് റബീഉൽ അവ്വലല്ലേ നമുക്ക് കുറച്ച് ഹദീസ് വായിക്കാം കേട്ടിട്ടുണ്ടോ? അങ്ങനെ ഒരു ഫംഗ്ഷൻ ഉണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കിട്ടിയ വഹയാണ് ഈ രണ്ടെണ്ണം. അത് രണ്ടും ചർച്ച ചെയ്യാതെ ആരൊക്കെയോ ഏതൊക്കെയോ കിതാബിൽ എഴുതിണ്ടാക്കിയതൊക്കെ മദ്ഹാന്ന് പറഞ്ഞങ്ങ് പറഞ്ഞുകൊണ്ടിരിക്കുക. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. പള്ളി ദർസിലുള്ള കിതാബിൽ ഹദീസ് ഗ്രന്ഥത്തിൽ ഇമാം ബുഖാരി എഴുതുകയാണ്, ലാ തത്റൂനി കമാ തറത്തിൻ നസാറാ ഇബ്നു മറിയം. ഹദീസിൽ വന്ന വാക്കാണ്. പള്ളി ദർസിൽ കിതാബ് പഠിപ്പിക്കുന്നുണ്ട്, ഹദീസ് ഗ്രന്ഥം. ഇമാം ബുഖാരി തങ്ങളുടെ കിതാബിലുണ്ട്, നിങ്ങൾ എന്നെ ക്രിസ്ത്യാനികൾ ഈസാ നബിനെ പ്രശംസിച്ച പോലെ അമിതമായി വാവിട്ട് പ്രശംസിക്കരുത്, അതിര് വിട്ടുപോകരുത്. പറയാൻ പറ്റാതിന്റെ അപ്പുറം പറയാൻ പാടില്ല. കാരണം ഈസാ നബിനെ കുറിച്ച് അവരെന്തൊക്കെ പറഞ്ഞു? ദൈവപുത്രനാന്ന് പറഞ്ഞു, ദൈവമാണെന്ന് പറഞ്ഞു, എന്തെല്ലാം വാദിച്ചു. നിങ്ങൾ അക്കോലത്തിലാവരുത്. ഞാൻ ഞാൻ അള്ളാന്റെ അടിമയാണ്. ഫഖൂലു, നിങ്ങൾ പറഞ്ഞോളി, അബ്ദുല്ലാഹി വറസൂലു, അള്ളാന്റെ അടിമയാണ്, റസൂലാണെന്നൊക്കെ പറഞ്ഞോളി. എന്നാൽ ഒരിക്കലും അതിരുവിട്ട പ്രയോഗങ്ങൾ നിങ്ങളിൽ വരാൻ പാടില്ല എന്ന് പഠിപ്പിച്ചു തന്നു. എന്നാൽ അതിന് നേരെ വിപരീതമാണ് പള്ളികളിലും റാലികളിലും ജാഥകളിലും ഓടിക്കൊണ്ടിരിക്കുന്ന വരി. എന്താ? മൗലിദിൽ പറയാണ്, യാ റബ്ബി സ്വല്ലി അലൻ നബി മുഹമ്മദി മുൻജിൽ ഖലായിഖി മിൻ ജഹന്നമ ഫീ ഗദീ. നാളെ ഞങ്ങളെ നരകത്തുനിന്ന് രക്ഷിക്കുന്ന മുഹമ്മദ് നബിയെ, നിങ്ങൾക്ക് അല്ലാഹുവിന്റെ സലാം ഉണ്ടാകട്ടെ. അപ്പൊ നമ്മളെ ലോകത്തുള്ള എല്ലാ മനുഷ്യന്മാരെയും നരകത്തുനിന്ന് അവിടുന്ന് രക്ഷപ്പെടുത്തുന്ന ആളാണ് നബിതങ്ങൾ എന്ന വാചകം അവിടെ കൊടുത്തു. സത്യത്തിൽ എന്താണ് ഇസ്ലാമിന്റെ സമീപനം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് ഫാത്തിമ ബീവിനെ വിളിച്ചിട്ട് പറയുന്നുണ്ട്, ഫാത്തിമ, ഞാൻ നിന്റെ ബാപ്പയാണ്. ഞാൻ ഒരുപക്ഷെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന നിലക്ക് എനിക്ക് ദുനിയാവിൽ നിനക്ക് തരാൻ പറ്റുന്നതൊക്കെ ഞാൻ ചെയ്തു തരും. അൻഖിദീ നഫ്സകി മിനന്നാർ. ഫാത്തിമ, നീ നിന്റെ തടിയ നരകത്തുനിന്ന് കാത്തോളണം, നീ തന്നെ രക്ഷപ്പെടാനുള്ളത് ചെയ്യണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരിക്കൽ പറഞ്ഞു, ഒരു മനുഷ്യനും സ്വർഗത്തിലെത്താൻ കഴിയൂല അള്ളാന്റെ ഫദ്ലും അള്ളാന്റെ റഹ്മത്തും ഇല്ലാതെ ഒരാൾക്കും കയറാൻ പറ്റൂല. സഹാബത്ത് ചോദിച്ചു, നബിയെ, നിങ്ങൾക്ക് പറ്റുമോ? ലാ, എനിക്കും പറ്റൂല. വലാ അന ഇല്ലാ അൻ യതഗമ്മദനി അല്ലാഹു ബിഫദ്ലിൻ വറഹ്മ. അള്ളാന്റെ ഫദ്ലും അള്ളാന്റെ റഹ്മത്തും എനിക്ക് കിട്ടാതെ എനിക്ക് പോലും സ്വർഗത്തിലെത്താൻ കഴിയൂല. അപ്പൊ നമ്മൾ നരകത്തു നിന്നൊക്കെ രക്ഷിക്കുന്നത് നബിയാണെന്ന പാടിക്കൊണ്ടിരിക്കുന്നത്. പിന്നെയും കടന്നു പോന്നാൽ സുബ്ഹാന മൗലിദ് വായിച്ചു നോക്ക്. അൻത ഗഫാറുൽ ഖതായാ വദ്ദുനൂബിൽ മുബിഖാതി അൻത സത്താറുൽ മസാവി. നബിയെ, പാപം പൊറുക്കുന്നത് നിങ്ങളാണ്, മഹാദോഷങ്ങൾ പൊറുക്കുന്നത് നിങ്ങളാണ്, എല്ലാ ദോഷങ്ങളും മൂടി വെക്കുന്നത് നിങ്ങളാണ്. പാപം പൊറുത്തുന്നത് നബിയാണോ? നമ്മൾ ഇസ്തിഗ്ഫാർ നടത്തേണ്ടത് നബിനോടാണോ? അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞ ചോദ്യം, അല്ലല്ലാതെ ആരാ നിങ്ങളുടെ പാപം പുറത്തു തരാനുള്ളത്? ഇത് സാധുക്കളെ കുറ്റം പറയാൻ കഴിയില്ല. ആ മനുഷ്യന്മാർ ഇതിന്റെ വാക്കിന്റെ അർത്ഥം അറിയില്ല. അവരാരും അറബി കോളേജ് പഠിച്ചിട്ടല്ലല്ലോ വരുന്നത്. അർത്ഥം അറിയുന്ന ഒരു മനുഷ്യർക്ക് ഇത് ചെല്ലാൻ കഴിയില്ല.
ഇത് പ്രവാചകനെ പറ്റി പറയാൻ പാടില്ലാത്തതാ. അസ്സലാമു അലൈക യാ മാഹിദ്ദുനൂബി അസ്സലാമു അലൈക യാ ജാലിൽ ഖുറൂബി. സലാം ബൈത്ത് എന്ന് പറഞ്ഞ ബൈത്തുണ്ട്. പാപം പൊറുക്കുന്ന നബിയെ, പ്രയാസങ്ങളെല്ലാം മാറ്റിത്തരുന്ന നബിയെ എന്ന് പറഞ്ഞിട്ടാണ് ആ വരികൾ ആരംഭിക്കുന്നത്. നമ്മളൊക്കെ എപ്പോഴും കേൾക്കാറുള്ള, പലപ്പോഴും ആഘോഷങ്ങളിൽ ബുർദ കവാലികളിട്ട് ഭയങ്കരമായ ശബ്ദഘോഷങ്ങൾ ഉണ്ടാക്കുന്ന ഈ ബുർദകളൊക്കെ ചൊല്ലിക്കൊണ്ടിരിക്കുന്ന മനുഷ്യന്മാർ എന്താ അവസാനം പാടി പാടി പറയണത്? യാ അക്റമൽ ഖൽഖി മാലി മൻ അലൂദു ബിഹി സിവാക ഇൻദ ഹുലൂലിൽ ഹാദിസിൽ അമിമി. എനിക്ക് വിഷമവും സങ്കടവും പ്രയാസമൊക്കെ വരുമ്പോൾ നബി നിങ്ങളല്ലാതെ ആരെനിക്കുള്ളത്? ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലുണ്ടായ സങ്കടങ്ങളിലൊക്കെ ആരോടായിരുന്നു സങ്കടപ്പെട്ടത്, ആരോടായിരുന്നു പറഞ്ഞിരുന്നത്? സുഹൃത്തുക്കളെ, ഞാനത് അവസാനിപ്പിക്കാം. ആ വിഷയം അവിടെ അവസാനിക്കട്ടെ. പഠിക്കേണ്ടവർക്ക് ഇതൊക്കെ പഠിക്കാനുള്ള വേദിയാണ്. ഇതൊരു വൈരാഗ്യം തീർക്കാനോ വാശി തീർക്കാനോ പറഞ്ഞതല്ല. നമുക്കൊരു നിലപാടുണ്ടാവണം. അത് ചെയ്യുന്നവർ ചെയ്തോട്ടെ, ചെയ്യാത്തവർ ചെയ്യണ്ട, നമ്മളൊന്ന് എതിർക്കാൻ പോണ്ട. ഇത് നിലപാടാണ്. നമ്മൾ ഒരു ഭാഗത്ത് നിൽക്കുക, ഒന്നുകിൽ ഹക്കിന്റെ കൂടെ നിൽക്കുക, അല്ലെങ്കിൽ ഞാൻ ബാത്തിലിന്റെ കൂടെയാണെന്ന് പറഞ്ഞ് മാറി നിൽക്കുക. മാബൈന വേണ്ട, ഇടയിൽ കടന്ന് കളിച്ചിട്ടുണ്ട് പരിപാടി ഉണ്ടല്ലോ, അത്ര ശരിയല്ല. ഹക്കിന്റെ കൂടെ നിൽക്കുക, ഹക്ക് പഠിച്ചിട്ട്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കാലങ്ങൾ കഴിഞ്ഞാൽ, ഞാൻ മരിച്ചാൽ, സ്വഹാബത്ത് മരിച്ചാൽ, പ്രിയപ്പെട്ട ഉത്തമരായ തലമുറ മരിച്ചാൽ, ലോകത്ത് ഒരുപാട് മനുഷ്യന്മാർ പിന്നെ ഉണ്ടാകും. ഫഇന്നഹു മൻ യഇശ് മിൻകും ബഅദി, എന്റെ കാലശേഷം നിങ്ങൾ ജീവിച്ചാൽ, ഫസയറാ ഇഖ്തിലാഫൻ കസീറാ, ധാരാളം അഭിപ്രായ വ്യത്യാസം ഉണ്ടാകും. പല വിഷയത്തിലുണ്ടാവും. നമസ്കാരം മുതൽ എന്ത് മരണ വീട്ടിലും ഏത് കാര്യത്തിലും അഭിപ്രായ വ്യത്യാസങ്ങൾ വരും. എന്താ ചെയ്യാ? ഫഅലൈക്കും ബിസുന്നതി, എന്റെ സുന്നത്ത് എന്താന്ന് നോക്കിയിട്ട് നിങ്ങൾ അതങ്ങ് മുറുകെ പിടിക്കണം. അല്ല, കാരണവർക്ക് ഇഷ്ടമല്ല, അല്ല നാട്ടിലൊന്നും അങ്ങനല്ല, അല്ല എല്ലാരും അങ്ങനല്ല എന്ന് വിചാരിച്ച് നിങ്ങൾ എന്ത് ചെയ്യും? ഫഅലൈക്കും ബിസുന്നതി, ആ വിഷയത്തിൽ എന്റെ സുന്നത്ത് എന്താണ് നോക്കിയിട്ടത് മുറുകെ പിടിക്കണം. വസുന്നത്തിൽ ഖുലഫാഇൽ മഹ്ദിയ്യീൻ അർ-റാഷിദീൻ, എന്റെ സച്ചരിതരായ പിൻഗാമികളായ എന്റെ പ്രിയപ്പെട്ടവരുടെ ചര്യ എന്താണെന്ന് നോക്കിയിട്ട് നിങ്ങൾ അത് മുറുകെ പിടിക്കണം. തമസ്സകൂ ബിഹാ, അതിനെ നിങ്ങൾ മുറുകെ പിടിക്കണം. അല്ലാഹു അലൈഹാ ബിൻ നവാജിദി, അണപ്പല്ല് കൊണ്ട് കടിച്ചു പിടിക്കണം, വിടരുത്. ഒറ്റപ്പെടുത്തും, കുറ്റപ്പെടുത്തും, ബഹിഷ്കരിക്കും, പരിഹസിക്കും, സഹിക്കാനുള്ള മനസ്സുണ്ടാവണം. നമ്മുടെ പ്രിയപ്പെട്ടവർ സുമയ്യ ബീവി മുതൽ ബിലാൽ റളിയല്ലാഹു അൻഹു മുതൽ ഇസ്ലാം സ്വീകരിച്ച മിസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു അടക്കമുള്ളവർ മക്കയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ശക്തമായ പ്രഹരമേറ്റ് തലകറങ്ങി വീണ പല സംഭവങ്ങൾ ഉണ്ടായത് യഥാർത്ഥ മുസ്ലിമായി ജീവിക്കാൻ തുടങ്ങിയപ്പോഴാണ്. അതുവരെ ആരും വേദനിപ്പിച്ചിട്ടില്ല. അന്ന് മുതൽ ഇസ്ലാമിന്റെ മാർഗം സ്വീകരിച്ചാൽ പല പ്രശ്നങ്ങളും വേദനകളും നമ്മളൊക്കെ അനുഭവിക്കേണ്ടി വരും. നബി തങ്ങൾ പറഞ്ഞു, എന്തൊരു കാര്യം ഉണ്ടാകുമ്പോഴും നിങ്ങൾ ഉത്തമരായ മനുഷ്യരെ നോക്കണം. അതാരാ? ഖൈറുന്നാസി ഖർനി, എന്റെ തലമുറയാണ് ഉത്തമരായ തലമുറ. സുമ്മല്ലദീന യലൂനഹും, പിന്നെ അടുത്ത തലമുറ. സുമ്മല്ലദീന യലൂനഹും, പിന്നെ അടുത്ത തലമുറ. ആദ്യത്തെ 3 നൂറ്റാണ്ട് അവരെങ്ങനെ സ്നേഹിച്ചു? അവർക്ക് റബീഉൽ അവ്വൽ എങ്ങനെയായിരുന്നു? അവർക്ക് റബീഉൽ അവ്വൽ 12 എന്തായിരുന്നു? അവരെക്കാൾ വലിയവരാണോ നമ്മളൊക്കെ? സുഹൃത്തുക്കളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ കിടന്നുറങ്ങിയ ഭാര്യമാര്, നബി തങ്ങൾക്ക് വേണ്ടി സ്വന്തം ശരീരം പണയം വെച്ച സ്വഹാബത്ത്, സ്വഹാബത്തിനെ പിന്തുടർന്ന് ജീവിച്ച താബിഈങ്ങള്, അവരെ പിന്തുടർന്ന് മാതൃക കാണിച്ച തബഉ താബിഈങ്ങളൊക്കെ ജീവിച്ച കൊല്ലമേത മാരിയത്തുൽ ഖബീത്തിയ എന്ന നബി തങ്ങളുടെ ഭാര്യ മരിക്കുന്നത് ഹിജ്റ 16-ലാണ്. അതുവരെ റബീഉൽ അവ്വൽ 12 ഉണ്ടായിരുന്നു. എന്താണ് അവരൊക്കെ ചെയ്തത്? ഒന്ന് തുറന്ന് വായിച്ചു നോക്കി, കാണില്ല. അവസാനമായി ഉമ്മു സലമ റളിയല്ലാഹു അൻഹ മരിക്കുന്നത് ഹിജ്റ 58-ലാണ്. അത്രയും വർഷങ്ങൾ അവർക്ക് എങ്ങനെയായിരുന്നു, എന്തായിരുന്നു അവരുടെ ആഘോഷം എന്ന് ചോദിച്ചു നോക്ക്. ആദ്യത്തെ ഖലീഫ അബൂബക്കർ റളിയല്ലാഹു അൻഹു മരിക്കുന്നത് ഹിജ്റ 13-ലാണ്. അത്രയും വർഷങ്ങൾ അബൂബക്കർ തങ്ങൾ എങ്ങനെയാ സ്നേഹിച്ചത്? അവസാനത്തെ മാലിക് ഇമാമിന്റെ, ഷാഫി ഇമാമിന്റെ കാലം കഴിഞ്ഞ് ഇമാം മുഹമ്മദ് റഹ്മത്തുള്ളാഹി അലൈഹി മരിക്കുന്നത് ഹിജ്റ 241-ലാണ്. ഹിജ്റ 241-ലാണ് ഇമാം അഹ്മദ് തങ്ങൾ മരിക്കുന്നത്. അദ്ദേഹം എങ്ങനെയാ സ്നേഹിച്ചത്? ഒരൊറ്റ കിതാബിലെ ഒരു സെന്റൻസ് പോലും ഈ ആഘോഷത്തിനെ കുറിച്ച് ചർച്ചയില്ല. എന്തുകൊണ്ടാണ്? അവർക്കിത് അറിയില്ല, അവരിത് കണ്ടിട്ടില്ല. ഇത് പിൽക്കാലത്ത് ഷിയാക്കൾ കൊണ്ടുവന്ന, സ്വഹാബത്തിന് അറിയില്ല, താബിഈങ്ങൾക്ക് അറിയില്ല. ഷിയാക്കൾ ഇങ്ങനെ ഓരോ ചടങ്ങുകൾ ഉണ്ടാക്കും. അവർക്ക് മൗലിദുകളുണ്ട്.
അവർക്ക് മഖാമുകളുണ്ട്, അവർക്ക് ഉറൂസുകളുണ്ട്, അവർക്ക് കള്ള ത്വരീഖത്തുകളുണ്ട്, അവർക്ക് കള്ള സ്വലാത്തുകളുണ്ട്, അവർക്ക് പല കള്ളക്കഥകളുമുണ്ട്. അതുപോലെ ഏറ്റുപിടിക്കുന്ന അവസ്ഥയിലേക്ക് ഞാനും നിങ്ങളും മാറിയാലുള്ള ദുരവസ്ഥ ചിന്തിച്ചു നോക്ക്. അള്ളാന്റെ ഖുർആൻ പറഞ്ഞു, വമാ ആതാകുമുർ റസൂലു ഫഖുദൂഹു വമാ നഹാകും അൻഹു ഫൻതഹു. നബി തങ്ങൾ നിങ്ങൾക്ക് കൊണ്ടുവന്ന നന്മകളൊക്കെ നിങ്ങൾ അങ്ങ് മുറുകെ പിടിക്കാം. എന്തൊരു കാര്യം അരുതേ ചെയ്യരുതേ എന്ന് പറഞ്ഞിട്ടുണ്ടോ അത് ചെയ്യാതിരിക്കുക. അതന്നെയാണ് സ്നേഹിക്കണേ. പിന്നെ എതിർക്കലല്ല. നബിതങ്ങൾ പഠിപ്പിച്ചത് പിൻപറ്റലാണ് സ്നേഹം. നബിതങ്ങൾ പാടില്ല എന്ന് പറഞ്ഞ സകല തിന്മകൾ ഒഴിവാക്കലാണ് സ്നേഹം. അങ്ങനെ ജീവിതം കൊണ്ടാണ് നമ്മൾ സ്നേഹിക്കേണ്ടത്. എന്നാൽ ദീനിൽ ഇല്ലാത്ത ഏതെങ്കിലും ദിക്റോ പ്രാർത്ഥനകളോ ആചാരങ്ങളോ ആഘോഷങ്ങളോ കൊണ്ടുവന്നാൽ അത് ബിദ്അത്താണ്, മതത്തിൽ ഇല്ലാത്തതാണ്. അതുണ്ടാക്കിയ മനുഷ്യൻ, അത് ചെയ്യുന്ന മനുഷ്യന്റെ തൗബ സ്വീകരിക്കൂല. പടച്ചോനെ പുറത്തന്നെ എന്ന് പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല. പടച്ചോനെ എന്റെ തൗബ സ്വീകരിക്കണമെന്ന് അയാൾ പറഞ്ഞിട്ട് കാര്യമില്ല. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസ്, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഇന്നല്ലാഹ ഹജബത് തൗബ, അല്ലാഹു തൗബ തടയും, അൻ കുല്ലി സാഹിബി ബിദ്അത്തിൻ, ബിദ്അത്തായ കാര്യങ്ങൾ ചെയ്യുന്ന മനുഷ്യന്മാരെ, ഹത്താ യദഅ ബിദ്അതഹു, അവൻ അത് ഒഴിവാക്കുന്നത് വരെ. എന്നാണോ അയാൾ ജീവിതത്തിൽ അത് ഒഴിവാക്കുന്നത് അതുവരെ ആ മനുഷ്യരുടെ തൗബ പോലും തടയപ്പെടുമെന്നത് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അല്ലാമ ഇബ്നു ഖയ്യിം അൽ ജൗസി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, ഒരിക്കലും അല്ലാഹുവിന്റെ പേരിലും റസൂലുള്ളാഹി തങ്ങളുടെ പേരിലും അറിവില്ലാത്ത കാര്യങ്ങൾ, ചെയ്യാത്ത കാര്യങ്ങൾ ചെയ്തു എന്നും ഇല്ലാത്ത കാര്യങ്ങൾ ഉണ്ടാക്കിയൊക്കെ പറഞ്ഞാലുള്ള ഗൗരവം, അമ്മൽ ഖൗലു അലല്ലാഹി ബിഗൈരി ഇൽമിൻ, അറിവില്ലാതെ അല്ലാഹുവിനെ പറ്റി പറഞ്ഞാൽ, ഫഹുവ അശദ്ദു ഹാദിഹിൽ മുഹറമാത്തി തഹരീമ, ഏറ്റവും വലിയ ഹറാമും ഏറ്റവും വലിയ ഗൗരവമായ കാര്യമാണ്. അഅ്ളമു ഇസ്മ, ഏറ്റവും വലിയ പാപമാണ്. വഅലൈഹി ഉസ്സിസത്തിൽ ബിദ്അ വല്ലലാലാത്ത്, ലോകത്തുള്ള എല്ലാ ബിദ്അത്തും പിഴച്ച വാദങ്ങളും വരുന്നതൊക്കെ ഇത്തരത്തിൽ ഇല്ലാ കഥകൾ മെനഞ്ഞുണ്ടാക്കുന്നതാണ്. ഫകുല്ലു ബിദ്അത്തിൻ മുദില്ലത്തിൻ ഫിദ്ദീനി, അല്ലാഹുവിന്റെ മതത്തിൽ പുതുതായി വല്ലതും ഉണ്ടാക്കി ചേർത്താൽ അവനെല്ലാവരും അസാസുഹൽ ഖൗലു അലല്ലാഹി ബിലാ ഇൽം, അല്ലാഹുവിനെ പറ്റി ഇല്ലാത്ത കളവ് പറയാതെ ബിദ്അത്ത് ഉണ്ടാക്കാൻ പറ്റില്ല. സ്വഹാബിമാരുടെ കൂട്ടത്തിലെ പ്രമുഖനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്ന, അള്ളാഹ്ക്ക് ഏറ്റവും കോപമുള്ള വെറുപ്പുള്ള കാര്യമാണ് ദീനിൽ ഇല്ലാത്തതൊരു മനുഷ്യൻ കെട്ടിണ്ടാക്കി നടക്കുക. അള്ളാന്റെ അടുത്ത് ഏറ്റവും വെറുപ്പുള്ള കോപമുള്ള കാര്യം ബിദ്അത്ത് ഉണ്ടാക്കലാണ്. അയ്യൂബ് സഖ്തിയാനി റഹിമഹുല്ലാഹ്, മഹാപണ്ഡിതനായ ഇമാം സഖ്തിയാനി റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, മസ്ദാദ സാഹിബു ബിദ്അത്തിൻ ഇജ്തിഹാദൻ, ആരെങ്കിലും ബിദ്അത്ത് ചെയ്യാൻ ദീനിൽ ഇല്ലാത്ത ആരാധനാ കർമ്മങ്ങൾക്ക് പ്രയത്നിക്കും തോറും, ഇല്ലാ സാദ മിനല്ലാഹി അസ്സ വജല്ല ബഅദ, അയാൾ അല്ലാഹുവിന്റെ ഏകന്ന വിദൂരതയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അല്ലാഹുവിലേക്ക് അടുക്കല്ല, അയാൾ അല്ലാഹുവിന്റെ ശത്രുവായി മാറുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അഭിപ്രായ വ്യത്യാസങ്ങളുടെ കാര്യം പഠിക്കാം. എന്നിട്ട് അഭിപ്രായത്തിൽ അതിൽ നമ്മൾ സുന്നത്തിനോട് പിൻപറ്റുക. ലോകം മുഴുവൻ നമുക്കെതിരായിരുന്നാലും, ബാപ്പ നമുക്കെതിരായിരുന്നാലും, മക്കളെതിരുന്നാലും, നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ദീനിൽ ഒരു കാര്യം ഉണ്ടെങ്കിൽ, മഹല്ല് മുഴുവൻ നമ്മളെ കള്ളനാക്കിയാലും പുത്തൻവാദിയാക്കിയാലും തീവ്രവാദിയാക്കിയാലും ഞാൻ ഈ ഹക്കിലാണെന്ന് ഉറച്ചു പറയാനുള്ള തന്റെ ഇടവും ഈമാനും കരുത്ത് നേടിയെടുക്കുക. അല്ലാഹു